1974 ഏപ്രിൽ 15. ഇന്നേക്ക് 50 വർഷം പിറകിലുള്ള 1974 ഏപ്രിൽ 14 വിഷുദിനത്തിൽ അമ്മ അതിരാവിലെ എഴുന്നേറ്റ് കോലം വരച്ച് അടുക്കളയും എല്ലാം വൃത്തിയാക്കി നന്നായി കുളിച്ചൊരുങ്ങി തലയിൽ മുല്ലപ്പൂ ചൂടി മാംഗല്യപ്പൊട്ട് നെറ്റിയിൽ തൊട്ട് ചന്ദനക്കുറിയുമായി അടുക്കളയിൽ കയറി. ധാരാളം ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറും വടയുമെല്ലാം ഉണ്ടാക്കി. അപ്പായ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രഭാത ഭക്ഷണം കൊടുക്കുകയായിരുന്നു. അന്ന് പ്രഭാത ഭക്ഷണം കഴിക്കുവാൻ മാമൻ കൂടിയുണ്ടായിരുന്നു. തൻ്റെ ഭർത്താവ് പതിവിൽ കൂടുതൽ ഇഡ്ഡലി കഴിക്കുന്നത് കണ്ടിട്ട്, എന്താണ് ഇത്രമാത്രം ഇഡ്ഡലി കഴിക്കുന്നത്, ഇതൊരുപാടായല്ലോ, ഇനി മതി എന്ന് പറയുമ്പോൾ, അമ്മ അങ്ങനെ പറയുമ്പോൾ അപ്പ പറഞ്ഞു, ഇനി ഒരു പക്ഷേ നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കാൻ കഴിയില്ല. അമ്മ പെട്ടെന്ന് കരഞ്ഞു. എന്തിനാണ് കരയുന്നത്? ഞാൻ ശരിയല്ലേ പറഞ്ഞത്? നീ അടുത്ത് വരൂ എന്ന് വിളിച്ച് മംഗല്യപ്പൊട്ട് അപ്പ അഴിച്ചു കളഞ്ഞു. അമ്മയുടെ നെറ്റിയിലെ മംഗല്യപ്പൊട്ട് അഴിച്ചു കളഞ്ഞു. തലയിൽ ചൂടിയിരുന്ന പൂക്കഷണം ചോദിച്ചു. തലയിൽ ചൂടിയിരുന്ന പൂ എടുത്തു മാറ്റി. അമ്മ വല്ലാതെ കരഞ്ഞു. പക്ഷേ അവിടെ അച്ഛൻ അല്ലെങ്കിൽ അപ്പ മറ്റൊരു ലോകം കാണുകയായിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലമായി എന്ന് മനസ്സിലാക്കിയിട്ടാണോ, വിധിയുടെ വൈപരീത്യമെന്നുള്ളതാണോ, പ്രകൃതിയുടെ വിളിയാണോ, എന്തായാലും അന്ന് അപ്പായ്ക്ക് പനി വരുന്നു. രാത്രി ഏറെ നേരം കഴിഞ്ഞാണ് അപ്പയും അമ്മയും ഉറങ്ങുക. അവിടെ ഗ്രാമത്തിൽ റോഡിന് സൈഡിൽ ഉള്ള വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് തൊട്ടടുത്തുള്ള തിയേറ്ററിലേക്ക് സെക്കൻഡ് ഷോ കാണുവാൻ ധാരാളം പേർ പോകുകയും അവർ സെക്കൻഡ് ഷോ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ 12-1 മണി സമയമാവുകയും ചെയ്യും. ഏകദേശം ആ സമയം വരെ ഉണർന്നിരിക്കുന്ന ശീലമുണ്ട് അപ്പയ്ക്കും അമ്മയ്ക്കും. ഇങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ മുറുക്കാൻ തിന്നുന്ന ശീലവുമുണ്ട്. അങ്ങനെ മുറുക്കാൻ, വെറ്റ, പാക്ക് എല്ലാം കഴിച്ച് പുകയില ചോദിക്കുന്ന സമയത്തിനിടയിൽ ഞാനിതാ പോകുന്നു എന്ന് വീണ്ടും അപ്പ പറയുന്നു. നിങ്ങൾ ഈ രാത്രി എവിടെ പോകാനെന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് അപ്പ ആവശ്യപ്പെടുന്നു. അമ്മ വെള്ളമെടുക്കാൻ പോയ നേരം കൊണ്ട് വീട്ടിലെ കൈവരിയിൽ ഭിത്തിയിൽ തല ചായ്ച്ചിരുന്ന് മുരുക 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 എന്ന് 3 പ്രാവശ്യം അപ്പ വിളിക്കുന്നു. അമ്മ ഓടി വന്ന്, എന്തിനാണ് രാത്രി മുരുകനെ വിളിക്കുന്നത്? പൂനെയിലിരിക്കുന്ന അവൻ ഇതിപ്പോൾ കേൾക്കാൻ എന്താ സാധ്യതയുള്ളത് ഇവിടെ ഇരുന്ന് വിളിച്ചാൽ? അപ്പോൾ മൂത്ത മകൻ്റെ പേര് മുരുകനെന്നാണ്. മകൻ പൂനെയിലാണ്. പക്ഷേ അപ്പ വിളിച്ചത് മകനെയല്ല, അപ്പയുടെ ഇഷ്ട ദൈവമായ സാക്ഷാൽ വേൽമുരുകനെയായിരുന്നു. 3 പ്രാവശ്യം മുരുകനെ വിളിച്ച് വഴക്ക് പറഞ്ഞ അമ്മയുടെ പുറത്തേക്ക് മറിഞ്ഞു വീണു. അതിനിടയിൽ മരണം സംഭവിച്ചിരുന്നു. 15-ാം തീയതി അല്ലെങ്കിൽ വെളുപ്പാങ്കാലം 12 മണി കഴിഞ്ഞ് 15-ാം തീയതി തുടങ്ങുന്ന സമയത്ത് മരിക്കുന്ന അപ്പ 14-ാം തീയതി രാവിലെ ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ ഇത് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? ഇന്നും ഞങ്ങൾക്ക് ഇതിൻ്റെ കഥ അറിയില്ല. 1000 വട്ടമല്ല അമ്മ ഇത് പറഞ്ഞ് കരയുന്നത്. എങ്ങനെയാണിത് കഴിയുന്നത്? ഞാൻ 4-ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അനുജന് 5 വയസ്സ് പൂർത്തിയായി 5 ദിവസമാകുമ്പോഴാണ് അപ്പ വിട്ടുപിരിയുന്നത്. 50 വയസ്സ് 51 വയസ്സ് പ്രായമായുമുള്ളൂ. ആ
കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവായാൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒഴിവായാൽ വീണ്ടും ദീർഘകാലം ജീവിച്ചിരിക്കുമെന്നാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ 50കളിൽ തന്നെ അപ്പ ലോകത്തോട് വിട പറഞ്ഞു. പറക്കമുറ്റാത്ത കുട്ടികൾ, കല്യാണപ്രായമായ മകൾ, വാടക വീട്ടിലെ താമസം, എല്ലാം കൊണ്ടും നിസ്സഹായമായ അമ്മ, വന്നവർ വിധി എഴുതി അടക്കം പറച്ചിലുകൾ പറഞ്ഞു. ഇനി ഈ കുടുംബം ആത്മഹത്യ ചെയ്താൽ മതി. അപ്പ പോയി. ഇനി അമ്മയെ നാട്ടുകാർ സ്നേഹപൂർവ്വം അക്കാൾ എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ഇനി അക്കാളും മക്കളും ആത്മഹത്യ ചെയ്യുന്ന ദിവസം കാണാം. അതുമാത്രമേ അവരുടെ മുന്നിൽ ഇനി കരണീയമായിട്ടുള്ളൂ. വാടക വീട്ടിലാണ് താമസം, വരുമാനമൊന്നുമില്ല. മൂത്ത മകൻ മുരുകൻ പൂനെയിലാണ്. വളരെ നാമമാത്രമായ ജോലിയാണുള്ളത്. ആ വരുമാനത്തിൽ എങ്ങനെയാണ് ഈ കുടുംബം കഴിഞ്ഞുകൂടുക? അങ്ങനെ അനാഥമായ ഒരു ബാല്യമാണ്. പിതാവില്ലാതെ ചെറിയ പ്രായത്തിൽ പിതാവ് മരിച്ചുപോയ ഒരു ബാല്യം വലിയ അനാഥത്വത്തിലാണ് കടന്നുപോയത്. കാലം പലതും കാത്തുവച്ചിട്ടുണ്ട്. ഞാനിതിവിടെ സൂചിപ്പിച്ചത് മറ്റൊന്നും പറയുവാനല്ല. എൻ്റെ അപ്പ മരണത്തെ മുൻകൂട്ടി അറിഞ്ഞിരുന്നു. അങ്ങനെ അറിയുന്നവരുണ്ടോ? ഉണ്ടായിരിക്കാം. എന്തായാലും 50 വർഷം കഴിയുമ്പോൾ ഒന്ന് ഓർത്തെടുത്തു എന്ന് മാത്രം. കൂടുതലും അമ്മ പറഞ്ഞുള്ള അറിവാണ്. 4ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന 8 വയസ്സോ 9 വയസ്സുമുള്ള എനിക്കോ മറ്റുള്ളവർക്കുമൊക്കെ ഇതാ ഓർമ്മകളല്ലാതെ വലിയ രൂപത്തിൽ അറിയില്ല കാര്യങ്ങൾ. അമ്മ പറഞ്ഞുള്ള അറിവും ഓർമ്മയാണ് കൂടുതലുമുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ നല്ല തോതിൽ ഭക്ഷണം കഴിക്കുകയും ആ നിമിഷം മുതൽ അമ്മയുടെ നെറ്റിയിലെ മാംഗല്യപ്പൊട്ടഴിക്കുകയും തലയിലും താലിയിലും ചൂടിയിരുന്ന പൂ വാങ്ങുകയും ഒക്കെ ചെയ്ത് വലിയ സൂചന നൽകിയ ജീവനായിരുന്നു അപ്പയുടേത്. എങ്ങനെയാണിതൊക്കെ സംഭവിക്കുന്നത്? 50 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോഴും ഇതൊരു പ്രഹേളികയായി തന്നെ നിൽക്കുകയാണ്. ഇങ്ങനെയും പ്രപഞ്ചത്തിന്, പ്രകൃതിക്ക് അതിൻ്റെ വഴികൾ ഉണ്ടായിരിക്കും.